അങ്ങനെ 29 നോമ്പിന് ശേഷം പെരുന്നാൾ ഇങ്ങോട്ട് എത്തിട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഫസ്റ്റത്തെ പെരുന്നാളാണ് കേട്ടോ ഒരുമിച്ചുള്ളത്. അപ്പോൾ നമ്മൾ പെരുന്നാളായി എന്ന് പറഞ്ഞ ശേഷം തന്നെ ഞാൻ മെഹന്തിയൊക്കെ ഇട്ട് ഫ്രണ്ട്സുകളുടെ അടുത്തേക്കും റിലേറ്റീവ്സിൻ്റെ അടുത്തേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഫുഡ് നമ്മൾ കഴിച്ചിട്ടില്ലേനു ഡിന്നർ. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് കോഫയിൽ പോയിട്ട് ബ്രോസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ ദമാമക്ക് പോവുകയാണ്. അപ്പോൾ പെരുന്നാളാവാൻ നിൽക്കുകയാണ്. എപ്പോഴും നമ്മൾ ഒരുമിച്ച് കൂടുന്ന ആൾക്കാരാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാം ഒരുപോലെ തന്നെ, കാരണം അത്രയും ക്ലോസ് ആണ് ഈ ഫ്രണ്ട്സുകളായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഫാമിലിയിലുള്ള ആൾക്കാരും തന്നെ നമ്മളെ ഫ്രണ്ട്സ് തന്നെ കേട്ടോ. ഞങ്ങൾ അത്രയും കംഫർട്ടാണ്. അതുപോലെ തന്നെ ഈ പെരുന്നാളാകുമ്പോൾ കുട്ടികൾക്ക് നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അതിനുള്ള ഗിഫ്റ്റുകൾ പർച്ചേസ് ചെയ്യണതും അത് പ്രിപ്പയർ ചെയ്യണതും അതൊക്കെ വേറെ തന്നെ രസമാട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ടാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണത്. അപ്പോൾ ഞങ്ങളവിടെ എത്തിയ ശേഷം ഞങ്ങൾ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് അവർക്ക് ഗിഫ്റ്റ് മേടിക്കാണ്ട്, അപ്പോൾ ഞങ്ങൾ അവരെ കൂടെ പോയിട്ടോ. അങ്ങനെ അവർ ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങളും വിചാരിച്ചു അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്കും കുറച്ച് ഗിഫ്റ്റ് എടുക്കാം, നമ്മളെ കുട്ടികൾക്കും കുറച്ച് ഗിഫ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളും കുറച്ച് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളെ കാറിൻ്റെ അടുത്ത് പോയി. നമ്മുടെ ഫ്രണ്ട്സ് അവർക്ക് കുറച്ച് കൂടുതൽ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മേടിക്കാണ്ടായതുകൊണ്ട് ഞങ്ങൾ അവരെ കാറിൻ്റെ അടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് എത്തിയതുകൊണ്ട് അപ്പോൾ തന്നെ മെഹന്തി കടലും കുറച്ച് സംസാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ലേറ്റായി. പിന്നെ വീട്ടിൽ പോയി തിരിച്ച് വരാനുള്ള ടൈമുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് കുട്ടികൾക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കഴിയുമ്പോഴത്തേന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കഴിയുമ്പോഴത്തേന് നമുക്ക് തിരിച്ച് പോരാൻ പെരുന്നാൾ നമസ്കാരം ഞങ്ങൾ ദമാമിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചെത്താനുള്ള ടൈമുള്ളൂ. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ട് അവരുടെ കവറിൽ ഓരോ കവർമേലും ഞാൻ എൻ്റേതായിട്ടുള്ള ഡെക്കറേഷനും അതുപോലെ തന്നെ ഓരോരുത്തരുടെ പേര് എഴുതിയിട്ട് അവർക്കുള്ള ഗിഫ്റ്റ് ഒരുമിച്ച് വെച്ചൊക്കെ ഓരോരുത്തരും ഓരോ കവറിലാക്കി വെച്ച് ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ.